പക്ഷെ നമ്മൾ ചൂണ്ടയിട്ട് ഇപ്പൊ തന്നെ പിടിച്ചതാ. അതാ ആകെയുള്ളൊരു സമാധാനം. എന്റെ കയ്യില് മീൻ കടിച്ചു, ഫിഷ് ഇവിടെ കടിച്ചു. ഇത് കട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക്. നല്ല എണ്ണയാണ് കേട്ടോ. കൊതി പൂത്ത് റിൻഡോ ചേട്ടനെ സോറിച്ചേക്ക് വെച്ചിരുന്ന സാധനം വരെ ഞങ്ങൾ അടിച്ചു മാറ്റി കേട്ടോ. ഇതുപോലെ പൊതിഞ്ഞ് വെച്ചേക്കാം. ഹലോ ഹബീബി, നമ്മളിന്നൊരു ഫിഷ് ഫാം കാണാനായിട്ട് പോവുകയാണ്. ഇന്ന് 2 പേരുണ്ട് കൂടെ. ഫിഷ് ഫാമും ഇവയുണ്ട്. മോടെ പേരെന്താ? ഇവ മനസ്സിലായില്ല. ഇവ മാത്രമേ കേട്ടുള്ളൂ, ബാക്കി മനസ്സിലായില്ല. ഇവ മറിയ റിൻഡോ. ഒന്നുകൂടെ പറഞ്ഞേ. ഇവ റിൻഡോ. ഓക്കെ, നിന്റെ പേരെന്താണ്? തപ്പുണ്ടന്റെ പേരെന്താ? അസിന്ത്. അപ്പൊ അസിന്ത് തന്നെ പേരല്ലേ? ഒന്നുകൂടെ പറ, ക്യാമറയ്ക്ക് പറഞ്ഞു. അസിന്ത് സുധീഷ്. അസിന്തിന്റെ അച്ഛന്റെ പേരെന്താ? സുധീഷ്. സുധീഷിന് എന്താ ജോലി? എന്തുവാ? റിൻഡോ ചേട്ടൻ എന്ത്? റിൻഡോ ചേട്ടൻ എന്ത്? അപ്പ എന്ത്? വീട്ടിലാണോ? എന്നിട്ടെന്താ കൊണ്ടുവരാൻ? നീ നമ്മൾ നേരെ എവിടെ പോന്നേ? ഫിഷിനെ കാണാൻ പോവാ. ഓക്കേ, വാന്ന് പറ. വാ നമുക്ക് കാണാൻ പോവാം. ആ ഓക്കെ. നമ്മുടെ പേരൊന്ന് മാറ്റുന്ന വിചാരിച്ചു. നമ്മുടെ പേര്, പുതിയ പേര് നാടുകാണി. തപ്പൂട്ടാ നമുക്ക് ഇവിടെ ചൂണ്ടിട്ടാലോ? ഇവിടെ മീൻ കാണണോ? നാട്ടിലേക്ക് വെള്ളം കയറുന്നുണ്ട്. തോട് പോലുണ്ടല്ലേ? ഇവിടുത്തെ ഇത് തന്നെ അല്ലേ? യുണൈറ്റഡ് അഗ്രികൾച്ചർ കമ്പനി. നമ്മൾ ഫാം കാണാനായിട്ട് വന്നത്. പക്ഷേ ഇവിടെ ഒരാൾക്ക് വൻ പേടിയാണ്. ഫിഷിനെ കാണണോ? തിരിച്ചു പോയാലോ? നിനക്ക് വരെ ഇവിടെ 1 ദിനാറാ ചാർജ് ചെയ്യാം. നമുക്ക് പോയാലോ? വേണ്ട, നമുക്ക് പോവാം. വാ, വേണ്ട, പോവാം. അപ്പൂട്ടാ ഇറങ്ങിയാലോ? ഇവാ, വെള്ളത്തിൽ ഇറങ്ങിയാലോ? നമ്മൾ ഈ മാൽക്കിയയിലെ ഫിഷ് ഫാം കാണാൻ വന്നതാണ്. ഇവിടെ എൻട്രി ഫീസ് 1 പേടിയാണ്. പക്ഷേ എന്താ പറയുക, കുട്ടികൾക്കും, ചെറിയ കുട്ടികൾക്കും 1 ദിനാർ തന്നെ കൊടുക്കണം. അതൊരു ഇച്ചിരി ഓവറായിട്ടുണ്ട്. ഒരു 5 വയസ്സിന് മേപ്പോട്ടൊക്കെ ആണെങ്കിൽ ഓക്കെ. ഇത് എല്ലാവർക്കും 1 പേടി, വരുന്നവർക്കെല്ലാം 1 പേടിയാണ്. അത് മാത്രം ഒരു ഇച്ചിരി മോശമായിപ്പോയി. കയറി വരുമ്പോൾ തന്നെ ഒരു ചെറിയ പൂൾ സെറ്റപ്പൊക്കെ ഉണ്ട്. കൈയിടുവായി ഇതെന്ത് ഫിഷാണോ? ഇതെന്ത് മീന? കാർപ്പ്. കളർ കാണാം. എൻ്റെ ഭംഗിയാണ് ഇത്.
വൈൽഡ് ഫിഷിൻ്റെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ചേർന്നുണ്ട് വാ. എൻ്റെ കയ്യിൽ മീൻ കടിച്ചു. ഫിഷ് ഇവിടെ കടിച്ചു. ഈ കയ്യിൽ അപ്പോട്ടെ എൻ്റെ കയ്യിൽ ഫിഷ് കടിച്ചു. ചോര ഇല്ലേ? എന്നാ വാ, അതിൻ്റെ കയ്യിൽ ഇട്ട് നോക്കാം. ബാ. Tilapia. Take a picture of your the fish. Yeah, I go get now. You want to catch it? You're a big one. What's it? Here. Catch as many as you want. No, we're not going to say no to it. അവിടെ തൊട്, അവിടെ തൊട്. ഇവൻ തൊട്ടെ. ഇല്ല, തൊട്ട് നോക്കിയേ. ഇവൻ തൊട്ട് നോക്കിയേ. ഉണ്ടല്ലേ 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 ഉണ്ടല്ലേ. തൊട്ട് ഒന്നും ചെയ്യില്ല. തൊട്ടെ തൊട്. നമ്മളൊക്കെ ചൂണ്ടയിടാൻ കടലിൽ പോയിട്ട് ഒരു മീൻ പോലും ഇത്രയും വലിയ മീൻ പോലും കിട്ടാറില്ല. എവിടെ കണ്ടില്ലേ? ഫാമിൽ നിന്ന് നേരെ അങ്ങോട്ട് ചൂണ്ടയിടുക, പിടിക്കുക. ചെറുക്കൻ പിടിക്കുന്ന മീനെ കണ്ടാ? ചെറുക്കൻ പിടിച്ച മീനെ കണ്ടാ? 20 മിനിറ്റിലേക്ക് വൻതിനാറിന് നമുക്ക് റോഡും വെയിലും കിട്ടും. പക്ഷേ നമ്മൾ പിടിക്കുന്ന മീനെ നമ്മൾ തന്നെ വാങ്ങണം. അതേ ഇവിടുത്തെ ഓപ്ഷൻ. 1 കിലോ ബ്ലാക്ക് തിലോപ്പിയയ്ക്ക് 3.5 ബിഡിയാണ്. റെഡ് തിലോപ്പിയയ്ക്ക് 4.5 ആണ്. ഇപ്പോൾ 2 വിട്ടിട്ട് ഓടിക്കോളും. മീൻ കിട്ടുവാണെങ്കിൽ ഇപ്പോൾ 2 വിട്ട് ഓടിക്കോളും കേട്ടോ. പോയോ? നമ്മൾ കടലിൽ പോയാൽ മീൻ കിട്ടില്ല. കണ്ടല്ലേ? ഇത്രയും വലിയ തിലോപ്പിയ കിട്ടി. അത് ഇത്രയും വലിയ ആദ്യമായിട്ടാണ് കേട്ടോ കിട്ടുന്നത്. സുധീഷ് ഒരു മീനെ പിടിക്കാനുള്ള പരിപാടിയാ. ഇതാ ഇവിടെ പിടിക്കുക. ഇത് ലോക്ക് മാറ്റുക. സുധീഷ് മീനെ പിടിച്ചോണ്ടിരിക്കുകയാണ്. ഞാനൊരു മീനെ പിടിച്ചിരിക്കുകയാണ്. എന്നേക്കാളും വലിയ മീനെ പിടിക്കുന്നതാണ് സുധീഷ് പറയുന്നത്. ആണോ? ആണോ? എന്നെക്കാളും വലിയ മീനെ പിടിക്കും സുധീഷേ. നോക്കട്ടെ. ഞാൻ പിടിച്ചതിനേക്കാളും വലിയ മീനെ പിടിക്കുന്നതാണ്. ആണല്ലേ? ചേട്ടൻ മീനെ പിടിക്കുന്നത് ഫോട്ടോ എടുക്കുകയാണ്. ആർഷ. ഓ, സുധീഷ് മീനെ കിട്ടിയിരിക്കുകയാണ്. സുധീഷ് പൊക്കെ 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 എടുക്ക്. Hey! 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 എപ്പോട്ടാ? എന്നാ പിടിച്ചോ. ഞാൻ പിടിച്ചതന്നെ വലുത്. ഇവിടെ ചാച്ച പിടിച്ചതല്ല വലുത്. ഞാൻ പിടിച്ചതാ വലുത്. അളവ് നോക്കേണ്ടിയിരിക്കുന്നു. ഞാൻ പിടിച്ചതാ വലുത്. ആര് പിടിച്ചാൽ വലുതും നമ്മൾ അളവ് നോക്കേണ്ടി. ഇല്ല, ചാച്ച പിടിച്ചതാ വലുത്. അല്ലല്ല, ഞാൻ പിടിച്ചതാ വലുത്. അല്ല അല്ല അല്ല, വേണമെങ്കിൽ ഒരുമിച്ച് വെച്ച് നോക്കും. രണ്ടും ഒരേ അളവാ. ഇനി ഏതാന്ന് പറ. ഇതിന്റെ വെയിറ്റ് നോക്കാം, അതിന്റെ വെയിറ്റ് നോക്കാം. ഓക്കെ, അതിനെ നിർത്തിയേക്കാം അല്ലേ? വേണ്ട വേണ്ട ഒരെണ്ണം പിടി. വേണ്ട ഒരെണ്ണം പിടിയുന്നേ. വേണ്ടാന്നേ. കൊത്തി വരച്ചോണ്ട് പോകുമ്പോൾ ഇത്ര പിള്ളേരങ്ങ് വിടും.
ബ്രെഡ് കിട്ടില്ലെന്ന് പ്രാർത്ഥിക്കും. ബാക്കിൽ കിട്ടാൻ പറ. അത് കൊട്ടാൻ പറ്റുവാണോ അവിടെ? പോടാ റെഡ്, കൊത്തല്ലേടാ പോടാ. പതുക്കെ മതി ചേട്ടാ, ഞങ്ങൾക്ക് അത്യാവശ്യമൊന്നുമില്ല. പറഞ്ഞാൽ വേണ്ടെന്ന് പറഞ്ഞു. നിർത്താം, മതിയോ? ഓക്കെ ബ്രദർ, എടുത്തോ എടുത്തോ. തിരിച്ച് വെള്ളത്തിൽ വിടാനുള്ള പരിപാടി ആയിരിക്കും കേട്ടോ. അത് നല്ലൊരു ഐഡിയ, അത് നല്ലൊരു ഐഡിയ ആയിരുന്നല്ലേ. ചൂണ്ടായിട്ട് 2 മീനെ പിടിച്ചു. അതിനെ വാങ്ങിക്കുക. ആർഷയ്ക്ക് തിലോപ്പിയ ഫ്രൈ കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. അത് ഫ്രഷ് തിലോപ്പിയ. ഒരു കിലോ ഇല്ല. കൊടുത്തോളൂ. കാശ് കൊടുത്തോളൂ, ഒന്നും നോക്കണ്ട, പേടിക്കണ്ട. എന്താണ് കാശ് കൊടുക്കാത്ത? എന്താണ്? ആ, സുധീഷിനെ കൊണ്ടാണ് പൈസ കൊടുക്കുന്നത്. പൈസ സുധീഷ് കൊടുക്കുകയാണ്. ഞങ്ങൾക്ക് കഴിക്കാനുള്ള മീൻ സുധീഷ് കൊടുക്കുകയാണ്. സന്തോഷമായോ? സന്തോഷമായില്ലേ? സുധീഷ കൊടുത്തുണ്ട്. ഇതിന് നല്ല രീതിയിൽ ഗ്രില്ല് ചെയ്ത് അടിച്ച് ടേസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് മറക്കാം. നമ്മളിവിടെ വലിയ പ്രതീക്ഷയോടെയൊക്കെ വന്നേ, പക്ഷെ വെറുതെ കേട്ടോ. ഒരു ദിനാറിനൊന്നുമില്ല. നമുക്ക് എല്ലാവർക്കും ഒരു ദിനാറ് കൊടുക്കുകയും വേണം, കുട്ടികൾക്ക് ഒരു ദിനാറ് കൊടുക്കാം. പക്ഷെ നഷ്ടമാണ്. കുറേ കാർപ്പും തിലോപ്പിയും അല്ലാതെ വേറെ ഒരു സാധനമില്ല. ഇത് നമ്മൾ പിടിച്ച മീനെ നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിക്കണം. മാർക്കറ്റിൽ നിന്ന് വില കുറച്ച് കിട്ടിയാൽ എന്തായാലും കുഴപ്പമില്ല. വാ, നമുക്ക് ഫ്രൈ ചെയ്യാം. വാ. സബ്സ്ക്രൈബേഴ്സും ഇതുപോലെ ഒരു ഫ്രഷ് മീൻ കിട്ടുവാണെങ്കിൽ മീൻ പൊളിച്ച ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകൾ ഇടാൻ ഒരു പ്രോത്സാഹനം ഇനിയും കൊടുക്കുക. ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ അവിടെ വെച്ചിട്ട് വില കൂടുതലാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് അവരെ പഴി പറഞ്ഞെങ്കിലും നല്ല മീനാണ്. നല്ല ഫ്രഷ് മീൻ, നല്ല ടേസ്റ്റായിരുന്നു കുക്ക് ചെയ്ത് കഴിച്ചപ്പോൾ. അതെ, സൂപ്പർ സൂപ്പർ. മീൻ വേണമെന്നുള്ളവർ ഒരാൾ മാത്രം പോയി 1 വീഡിയോ എടുത്ത് ടിക്കറ്റ് എടുത്ത് മീൻ വാങ്ങിച്ചെടുത്ത് വെച്ച് തരിക. അതാണ് ഇനി ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നത്. അടുത്ത ആഴ്ച ഞാൻ അങ്ങനെ ചെയ്യാൻ പിടിക്കും. ഓക്കെ, ബൈ. ഒരു തലക്കാരി ഇരിക്കുന്നുണ്ടോ? ഇത് മൊത്തം ആശ തലയാ. ബൈ.